ഓക്കെ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ത്യൻ ബൈക്കിലാണ് ഗൈസ്. ഇന്ന് നമ്മൾ ഓഫീസിൽ പോകാൻ വേണ്ടി നമ്മൾ ബൈക്കായിരുന്നു ഗൈസ്. ഓഫീസിൽ നിന്ന് റിസർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ലൈക്ക് അടിക്കാത്തവരെങ്കിൽ ഇപ്പം ലൈക്ക് അടിക്കുക ഗൈസ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിടിലൻ കാര്യത്തിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് പോകണം. ഓഫീസ് വേറെ എവിടെയും ഒന്നുമില്ല, ഓഫീസ് ഇവിടെ അടുത്ത് തന്നെ, നമ്മളെ കാണുന്ന സ്ഥലത്താണ്. ഓഫീസ് ഇവിടെ അടുത്ത് നമുക്കിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് പോകണം. ഓഫീസിലേക്ക് നമ്മൾ വന്ന് ബാക്കി ആൾക്കാർ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ഇവിടെ നിർത്തില്ല. ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ നിർത്തിയിട്ട് അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൊരു കാര്യം വിചാരിക്കുന്നു ഗൈസ്. ഇനി അങ്ങനെ ഇനി ഓഫീസിൽ സാറ് ലേറ്റ് ആയെന്നുകൊണ്ട് തന്നെ ചീത്ത പറയും ഗൈസ്. സാറിൻ്റെ കോളല്ലേ ഇത് വരുന്നത്? സാറുണ്ടോ? എന്താ സാറേ പറഞ്ഞോ? എന്ത്? ഞാൻ പറഞ്ഞ വഴിയില്ലേ? അയ്യോ, ലാപ്ടോപ്പ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് സാർ. ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുവരാം. ഓക്കെ സാർ. എന്നാ സാറേ ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ലാപ്ടോപ്പ് എടുക്കണമെന്ന്. നമ്മൾ ലാപ്ടോപ്പ് എടുക്കാണ്ടല്ലോ വന്നത്. നമുക്ക് ലാപ്ടോപ്പ് എടുത്തിട്ട് വരണം. അയ്യോ, ഇങ്ങനെ വന്നിരിക്കുന്നു. വണ്ടിയെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. എന്താ വെച്ചാൽ കഞ്ചായി വണ്ടി എടുത്ത് പോകും. വണ്ടി എടുത്ത് പോയിട്ട് വരാം. പണി കിട്ടിയല്ലോ ഗൈസ്. ബൈക്ക് എടുക്കണം എന്നുണ്ട് ഗൈസ്. എനിക്ക് ബൈക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് വണ്ടി എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണാത്തൊരു ഇപ്പം കാണുക, ഇല്ലാത്തൊരു ഇപ്പം ലൈക്ക് എടുക്കുക ഗൈസ്. നമ്മളെ നെഹബിൻ ചാനലിലേക്ക് ഇപ്പം തന്നെ അടിച്ച് നോക്കുക, സെർച്ചിലേക്ക് പഠിച്ച് നോക്കിയിട്ട് ഗൈസ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമൻറ്റ് എടുക്കുക. അപ്പോൾ നമുക്കിപ്പം ഇപ്പം തന്നെ റിസർച്ച് കമ്പ്യൂട്ടറിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞെന്ന നിങ്ങളുടെ കള്ളന്മാരറിയില്ലേ? പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ. ഓഫീസിൽ പോയപ്പോൾ ഒന്നും കണ്ട ആളെയും കാണുന്നില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറാം. പരാതി വന്നിട്ടുണ്ടല്ലോ, എന്തോ പരാതി ജയിച്ചേ. സാറുമാര് വണ്ടി ഇവിടെ ഞാൻ നിർത്തിയിട്ട് ഗൈസ്. അപ്പം എനിക്കൊന്ന് പോയി ചെല്ലണം. സാറിനോട് ചോദിക്കട്ടെ. സാറേ, അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വന്നോ? എൻ്റെ ഓഫീസിൽ പറഞ്ഞേ കള്ളന്മാർ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് ഇറങ്ങണം? അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ ചേട്ടാ? അവരെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞുതരോ ചേട്ടാ? ആ മോനെ, പറഞ്ഞു തരോ? ഫോണൊന്നും വിഷമിക്കണ്ട. സോറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോറ് പറഞ്ഞു ഞങ്ങളോട്. സോറ് പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു. ഒരു ഓഫീസ് നോക്കണം. ഇതിൻ്റെ പണി കഴിഞ്ഞു സോറ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാറേ, വണ്ടി എടുത്ത് പോട്ടെ ഗൈസ്. ഇപ്പം ഞാൻ നേരെ വീട്ടിൽ പോകണം ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പണിയുണ്ട് ഗൈസ്. പണി വിട്ട് വിളിക്കാം ഞാൻ വണ്ടി എടുത്ത് പോട്ടെ. ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടില്ല ഗൈസ്. അപ്പം നമുക്ക് പെട്ടെന്ന് ചെല്ലണം ഗൈസ്. ടൈമില്ല നേരെ. നമ്മൾ വീട്ടിലെത്തിക്കുന്നു ഗൈസ്. ആള് പറഞ്ഞത് നമ്മളോട് ഓഫീസിൽ ചെന്നിട്ട് ആ റിസർച്ച് പോയി നോക്കാൻ പറഞ്ഞു.
അതിനെക്കാട് മുന്നേ തന്നെ നമുക്ക് ബൈക്ക് കാണിക്കുന്നു. ബൈക്ക് ഇപ്പം എന്താ നമുക്ക് കാണിച്ചിട്ട് വരാം ഗൈസ്. ബൈക്ക് സിസ്റ്റിൽ ഞാൻ നോക്കി നോക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് ഗൈസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുവപ്പിനെ നോക്കട്ടെ. ചുവപ്പിന് ഇവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ ചുവപ്പ് ചുവപ്പ് മേലെയുണ്ട്. ഫുഡ് കൊടുക്കട്ടെ അവന്. ചോപ്പ് എവിടെ? ഫുഡ് വേണ്ടേ? ബാബോ ഞാൻ ഇന്ന് രാവിലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ചേട്ടാ. ഞാൻ കഴിച്ചെന്ന് അറിയാം. തന്നിട്ടുണ്ടാവും. ഓക്കെ എന്നാൽ ബൈക്കാക്കാം. ചോപ്പ എന്നാ ചേട്ടാ ഞാൻ പോണു. എനിക്ക് വർക്കുണ്ട് വേറെ. പൊട്ടച്ചാറ്റ. അപ്പം ഗൈസ് നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് പോകണം ഗൈസ്. അപ്പം നമുക്ക് ടൈം കളയാൻ നേരം ഇല്ല. അപ്പോൾ വണ്ടിയിൽ 300 വണ്ടിയിൽ നമുക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോയെന്ന് നോക്കാം. ഒരു വഴിയും കാണുന്നില്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ്. വണ്ടിയിലൊന്ന് കയറി ഇപ്പം നമുക്ക് കാർ അവിടെ വെച്ചുകൊണ്ട് ഗൈസ്. ഇപ്പം ബൈക്ക് എടുക്കുന്നൊന്നും പോകണം. ബൈക്ക് എടുക്കാൻ പെട്ടെന്ന് എത്തുമല്ലോ. പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് എന്നോട് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ഡ്രൈവറിനോട് പോയി പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഡ്രൈവർ അവിടെ ഉണ്ടാവോ? ഡ്രൈവറല്ലേ റോഡിൻ്റെ മേലെ നടക്കണേ? അപ്പം എന്താ അവിടെ നടക്കണേ? ഞാൻ വേറെ പണിയൊന്നും ഇല്ല. ഡ്രൈവർ ഏതാ? എന്തോടാ എന്നെ ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് ഇന്ന് എൻ്റെ ഒപ്പം വരുമോ? എവിടേക്ക് കയറുമെന്നല്ല. ഞാൻ കുറച്ച് നേരം ഒക്കെ ചെയ്തിട്ട് വരാം. ഞാനില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്. അപ്പം നമുക്ക് പോകണം ഗൈസ്. നേരം കളയാൻ പെട്ടെന്നില്ല. പെട്ടെന്ന് പോവാം. സാറിൻ്റെ ഉള്ളു നോക്കട്ടെ. ഞാൻ സാറിൻ്റെ ഉള്ളു വിളിച്ചു നോക്കട്ടെ സാറിന്. എന്താ സാറേ? നേർക്ക് ഓരോന്നിട്ടുണ്ടാവൂല. എല്ലാം പ്രശ്നവും തീർന്നു കേട്ടോ. ഓക്കെ സാറേ ഇനി ഞാൻ വീട്ടിൽ പോക്കട്ടെ. ഞാൻ പോകും ഗൈസ്. നമ്മളോട് വീട്ടിൽ പോക്കാന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ലീവ് ഹാഫ് ടൈം ലീവാന്ന് തോന്നുന്നു. അപ്പം ചുമ്മാണ് കയറിയത്. അയ്യോ വണ്ടി നമുക്ക് പോണം ഗൈസ്. ഇന്ന് നമുക്ക് ഹാഫ് ടൈം ലീവാ. അയ്യോ വണ്ടി മര്യാദ കുടിക്കാൻ പോലെ പറ്റണ്ടല്ലോ എനിക്ക്. ഇത് രണ്ടാമത്തെ പ്രശ്നം ഇടിക്കണേ. രണ്ടാമത്തെ പ്രശ്നം ഇടിക്കണേ. അയ്യോ പെട്ടെന്ന് പോണം. പെട്ടെന്ന് പോട്ടെ. വീട്ടിൽ നിന്ന് സുഖമായിട്ട് ടിവിയും കൊണ്ട് കിടന്ന് ഉറങ്ങാം. വീട്ടിൽ പെട്ടെന്ന് പോവാം. പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയാൽ സാർക്ക് പറഞ്ഞ ശരിയാ. അപ്പം വീട്ടിൽ കാറിന് ഓടിക്കില്ല. അപ്പം നമുക്ക് വണ്ടി ഉള്ളിൽ കയറ്റാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ മുൻപ് വീഡിയോ കാണാൻ ഇപ്പം തന്നെ കാണുക ഗൈസ്. അപ്പം എല്ലാവർക്കും ബായ്.